അത് മാറ്റിമറിച്ചുകൊണ്ട് തരിശായി കിടക്കുന്ന ഭൂമികളെ ഏറ്റെടുത്തുകൊണ്ട് കാർഷിക ഭൂമിയാക്കുകയും അതിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യുകയും അതുപോലെ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള നമ്മുടെ യുവാക്കളെ അതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ കാർഷിക മേഖലയെ പരിപോഷിപ്പിച്ചുകൊണ്ട് അതിന് ലാഭവിഹിതം അവർക്ക് കൂടി ലഭ്യമാകുന്ന രൂപത്തിൽ അത് വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഒരു പരിധിവരെ നമ്മുടെ യുവാക്കൾ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നല്ലൊരു മെച്ചം അതുകൊണ്ടുണ്ടാവുമെന്ന് അറിയിക്കണം. മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയ നേതൃത്വമാണ്. ഒരാളെ പിടിക്കപ്പെട്ടാൽ ഒരു കേസിൽ ഒരാളെ പിടിക്കപ്പെട്ട് നമ്മൾ ഒരാളെ മൊത്തം ഡീറ്റെയിൽ നമ്മുടെ അധികൃതർക്ക് കൊടുത്ത് അവർ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും നിയമസഭയിൽ അതിനനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ കർശനമായ നിയമങ്ങളും ഈ വകുപ്പിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിന് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുക. അതുപോലെ ജാമ്യം വരക്കാൻ അത് രക്തബന്ധു ആയാൽ പോലും തിരിഞ്ഞു നോക്കുകയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയില്ല എന്നൊരു ബോധ്യം അവർക്കുണ്ട്. പൗരസമിതിയുടെ കൈകാര്യകർത്താക്കളായ കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ നാടിന്റെ വിവിധങ്ങളായ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പിന്തുണയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഭാഗത്തും ഉണ്ടാകരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അസ്ലാമു വൽ അസ്ലാം. ഉണ്ടാക്കി തരാത്ത ഒന്നാണെന്നുള്ളത് മാനസികമായ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാണ്. സാമൂഹികപരമായി, രാഷ്ട്രീയപരമായി, കുടുംബപരമായി നമുക്ക് നഷ്ടങ്ങൾ മാത്രം വരുത്തി വെക്കുന്ന ഒന്നാണ് മദ്യവും അതുപോലെയുള്ള മയക്കുമരുന്നുകളും എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്ക് അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിലൊക്കെ ഇതിന്റെ ഭവിഷ്യത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും പല രക്ഷിതാക്കളും വിചാരിക്കുന്നത് എന്റെ കുട്ടിയല്ലല്ലോ, എന്റെ മകനല്ലല്ലോ അത് ഉപയോഗിക്കുന്നത് എന്ന ഒരു ചിന്തയാണ്. ആ ചിന്തയാണ് നമ്മൾ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്റെ മകനത് ഉപയോഗിക്കില്ല എന്ന വിശ്വാസം സമൂഹത്തോട് ഉത്ബോധനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് പറയാനുള്ളത്, ഇത്തരം സാമൂഹികമായ തിന്മകൾക്കെതിരെ മതത്തിന്റെയും ജാതിയുടെയും അതല്ലെങ്കിൽ പാർട്ടിയുടെ ഒക്കെ വേർതിരിവുകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മളൊക്കെ ഒരുമിക്കുക എന്നുള്ളതാണ്. കൂട്ടായ്മകൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസരം നൽകിയ പ്രിയപ്പെട്ട റിപ്പൺ പൗരസമിതിക്ക് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്രധാന അധ്യാപിക കുട്ടനാട് ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട സുഹൃത്ത് സാലിം, ബഹുമാന്യരായിട്ടുള്ള, തലയിൽ വലിയ പൊള്ളലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇനിയും ഈ ഒരു പ്രതിവിധിക്ക്, ഈ സംവിധാനം ഇല്ലാതാക്കുന്നതിന് ആര് മണിയെത്തുമെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും ലജ്ജിക്കുന്ന തരത്തിലുള്ള ലഹരി ഉപയോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവസമൂഹമാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു 10-30 വർഷം മുന്നേ നമ്മുടെ വയനാട്ടിൽ തന്നെ ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്നാണ് MDMA പിടിക്കപ്പെട്ടത്. അധ്യാപകരായാലും ഡോക്ടർമാരായാലും ആലപ്പുഴയിലുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ കയ്യിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു, എന്റെ കൂടെ 16 പേര് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ലഹരി എന്ന് പറയുന്നത് MDMA മാത്രമൊന്നല്ല. ഇന്നത്തെ ഫോൺ ഉപയോഗം ഒരു ലഹരിയാണ്. ഇന്നത്തെ സാമ്പത്തിക സ്രോതസ്സുകളെ കണ്ടെത്തുന്നതിൽ ഒരു ലഹരിയായിട്ട് മാറിയിട്ടുണ്ട്. ലോണുകൾ യഥേഷ്ടം കിട്ടുകയാണ്. പണ്ടൊക്കെ ഒരു ലോണിന് ഒരു 10,000 രൂപ നമുക്ക് കിട്ടണമെങ്കിൽ തിരിച്ചടവിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ലഹരി ഉപയോഗം കൊണ്ടും മറ്റുള്ള ഉപയോഗം കൊണ്ടൊക്കെ തന്നെ, മറ്റുള്ള വഴിവിട്ട ജീവിതം കൊണ്ടും ഉളച്ചുകൊണ്ട് പകൽ നേരത്ത് പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പണം ഇടപാടുകൾ കൈകാര്യം ഇതിന്റെ കെയർ ടേക്കർമാരായിട്ട് പോകുന്ന ആളുകളാണ് കൂടുതൽ. ഇത് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അതിൻ്റെതായ ഏജൻസികളെ കൃത്യമായി കാണുകയും ഇത്ര സാധനം നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്ര രൂപ കിട്ടും എന്നുള്ള രീതിയിൽ കമ്പനിയിൽ നിന്നാണ് കമ്പനി പറയുന്ന ഒരു സംവിധാനം കാർഷിക മേഖലയെ പുതുതലമുറ പാടെ അറിയിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സൽമാനും മൻസൂറൊക്കെ ഉണ്ടല്ലോ,
പുതിയൊരു കാർഷിക സംഘടനയ്ക്ക് കൂടെ രൂപം നൽകി. കാർഷിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര യുവാക്കൾ അതിൽ രജിസ്റ്റർ ചെയ്തെന്ന് അവരോട് ചോദിക്കണം. എത്രത്തോളം കാണിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ വീടുകളിൽ ഒരു പച്ചക്കറി നടുന്നതിന് വേണ്ടി ഇന്നും നമ്മുടെ രക്ഷിതാക്കളല്ലാതെ പുതിയ കുട്ടികൾ അതിലത്തോടെ എത്രത്തോളം ഒരു 10% പോലും 2% പോലും സ്വന്തം വീടുകളിൽ പച്ചക്കറി ഉണ്ടാക്കാൻ ഇതിൽ സ്വന്തം ഇടത്തിൽ അതിനെതിരെയുള്ള ഒരു പോക്കാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2.5 ലക്ഷം രൂപയോളം ചെലവ് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ബഡ്ജറ്റ് ഇനി ആ 24 ശരി സ്വാഭാവികമായിട്ടും അയാളെ സഹായിക്കാൻ കഴിയില്ല. അതിന് 2 ദിവസം മുന്നേ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവരെ സഹായിക്കാൻ ഞങ്ങൾ മനസ്സ് കാണിച്ചിട്ടില്ല. അങ്ങനെ 1-2 വിഷയങ്ങൾ വന്നപ്പം നമ്മൾ അതിന് രൂപത കാണിച്ചപ്പോൾ കൂടുതൽ രാഷ്ട്രീയപരം മെമ്പർഷിപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണെന്നുള്ള ബോധം ഞങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് ഇപ്പൊ എന്റെ മകനെ പോലും എനിക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണ്. അവര് സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ച് എങ്ങനെയാണ് വരുന്നത്? അവരെ കാണുമ്പോൾ MDM ഒക്കെ ഉപയോഗിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലഹരിക്കെതിരെയുള്ള ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലഹരിക്കെതിരെയുള്ള ഈ വലിയ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു മൂല്യവും കഴിയുള്ളൂ. അങ്ങനെ അറസ്റ്റ് ചെയ്താലും അയാളെ 250 രൂപ ഫൈൻ അടച്ചാൽ എന്ത് ചെയ്യാം? നാട്ടിൽ നിന്ന് അയാളെ പിന്നെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ വിടാം. 2 കിലോ ആണ് എന്റെ ഉമ്മറെ, 1.800 2 കിലോ ആണ്. 980 ഗ്രാം കൈ ലൈസൻസ് എന്നുള്ള രീതിയിലുള്ള 250 രൂപന്റെ പിന്നെ നിയമം മാത്രമാണ് അയാളുടെ ഒരു ഫൈന് മാത്രമാണ് അയാൾക്കുള്ളത്. എന്നാൽ അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ നിയമത്തെ മാത്രം ലക്ഷ്യം വെച്ച് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇത് നിർത്താൻ കഴിയുന്നില്ല. നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം തന്നെ ഉള്ളതാണ്. എക്സൈസിൽ സർക്കിൾ ഇൻസ്പെക്ടർമാർ ആകെ 9 ഉള്ളൂ. ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരില്ല. നമ്മൾ നീലങ്ങാടിയിലേക്ക് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ഞൊടിയിടയിൽ അവർക്ക് ഇവിടെ എത്താൻ പറ്റാത്ത സാഹചര്യം ഉള്ള ആളുകളൊക്കെ തന്നെ ഈ മാഫിയയുടെ കയ്യിൽ എന്താണ് അവർ ശക്തരാണ്. അവര് എന്താണ് മക്കളായി മാറുക. അങ്ങനെ മക്കൾ മാറുമ്പോൾ അതിനെതിരെ നമ്മൾ പറയണം. എന്താണ് വരുന്ന വീട്ടിൽ വരുന്ന സമയത്തിൽ നിന്ന് നമുക്ക് വെക്കണം. കണ്ടിട്ടില്ലേ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണം. സ്വാഭാവികമായിട്ട് ഒരു ദേഷ്യപ്പെടും ഒക്കെ ചെയ്യും. ഈ ലഹരിക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവർ നമ്മൾ ഒരാഴ്ചക്ക് മിണ്ടാതിരിക്കും, ഭക്ഷണം കഴിക്കാതിരിക്കും. ഒക്കെ ദാനം ആരെ ബഹുമാനിക്കണം, ആരാദരിക്കണം എന്ന് പറയുന്ന ആ ആദരവ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ വിശ്വാസപരമായിട്ടുള്ള രീതിയിൽ നമ്മളെ വിശ്വാസികൾ അതിന് ബന്ധപ്പെട്ട മഹല്ല് കമ്മിറ്റികൾ മാത്രം നടന്നാൽ പോരാ. മഹല്ല് കമ്മിറ്റിയിലും അമ്പല കമ്മിറ്റികളും ചർച്ച് കമ്മിറ്റികളും ഒക്കെ തന്നെ യുവാക്കളിലേക്ക് ഉണ്ടാകുമെന്ന് പറയാണ്. ദീർഘമായി പറയുന്നില്ല, ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഒരു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് എന്നുള്ളതിനാണ് കുറച്ച് സമയം